രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയതൊക്കെ അറിഞ്ഞപ്പോ എന്ത് തോന്നി? എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം അനീതി എവിടെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ നീതി കൊണ്ട് എതിർക്കണം. പക്ഷെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച ഞാൻ അകത്താണല്ലോ എന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരിക്കലുമില്ല. കാര്യം ഞാനത് എന്റെ മകൻ പറഞ്ഞൊരു സാധനം കൂടെ പറയാം. എന്റെ മകൻ, ഞാൻ എല്ലാ മീഡിയക്കാരുടെ പറഞ്ഞാണ്, മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ടീച്ചർ ക്ലാസ്സിൽ എത്തിക്സ് ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, കൂടെയുള്ളവനോട് അനീതി ചെയ്യുമ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യണം. യാഗ് എന്നാണ് മോന്റെ പേര്. യാഗിന്റെ അച്ഛനെ പോലെ എനിക്ക് കിട്ടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇനി താങ്കൾ അറിയാൻ, ഷാബസി അറിയാൻ വേണ്ടി പറയാ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനും ഒരു 6 മാസം മുമ്പ് ഭയങ്കര അടിയായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഒരു പ്രമുഖ ചാനലിലിരുന്ന് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും സ്ലോ പോയിസൺ എന്നെ വിളിക്കുകയും ചെയ്യുന്നത്. അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസൺ, രാഹുൽ ഈശ്വർ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ സ്ലോ പോയിസൺ. കൂട്ടുകാരൊന്നുമല്ല, കൂട്ടുകാരെന്ന് മാത്രമല്ല, ഇതും കൂടെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആശയപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് പുരുഷ കമ്മീഷന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എതിർത്തതും, പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ എതിർത്ത ആൾക്കാരുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇതെന്നോട് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതായത് എന്റെ കയ്യിലുള്ള പുരുഷ കമ്മീഷൻ ബില്ല് ഫെബ്രുവരിയിൽ അനുമതി കിട്ടിയതാണ്. അപ്പോ ആ കാര്യം അവതരിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ നാട്ടുകാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടവും ദിലീപും ഒക്കെ പൈസ തന്നിട്ടാണ് രാഹുൽ ഈശ്വർ. ഞാൻ വളരെ ബഹുമാനത്തോടെ പറയാണ്, ഒരു MLA ക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. അത്യാവശ്യം ദൈവം എനിക്ക് പോരാടാനും നല്ല വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്.